ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ ആരാധിപ്പാൻ വല്ലവരായ ദൈവം ഒരുക്കിയ ആ വൻ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യോസഫ് ഒരു സ്വപ്നം കാണുവാനിടയായി. ആ സ്വപ്നം സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ സഹോദരന്മാർ അവനെ നിന്ദിക്കുവാനിടയായി. എന്ന് ഓർക്കുക, ദൈവം നിന്നോടൊരു ആലോചന പറഞ്ഞാൽ, ദൈവം നിന്നോടൊരു ദൂത് പറഞ്ഞാൽ, അത് നിശ്ചയമായി ആരൊക്കെ തടസ്സമുണ്ടായാലും, ആരൊക്കെ അതിനെ മൂടി വെച്ചാലും, ആരൊക്കെ നിന്ന് പറഞ്ഞാലും, എൻ്റെ ദൈവം ആ സ്വപ്നത്തെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ശക്തനായ ദൈവമാകിയ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. യോസഫ് സ്വപ്നം കണ്ടതിന്റെ പേരിൽ സഹോദരന്മാർ അവനെ പിടിച്ച് ഒരു പൊട്ടക്കിണറിന്റെ നടുവിലിട്ട് സ്വപ്നം എന്തായിത്തീരും, അവന്റെ സ്വപ്നം എന്ത് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പൊട്ടക്കിണറ്റിലിട്ട് നോക്കണമേ. നിന്റെ സ്വപ്നം കാരണം നീ ശൂന്യതയാണോ, നീ ഒറ്റപ്പെടുന്ന അനുഭവമാണോ, നിരാശപ്പെടുന്ന അനുഭവമാണോ, ഭയപ്പെടേണ്ട കാര്യമല്ല. നിന്നെ പൊട്ടക്കിണറ്റിട്ടാലും വിദ്യാനർക്ക് വിറ്റുകൊടുത്താലും എൻ്റെ ദൈവം നിന്നെ ഉന്നതങ്ങളിൽ ഉയർത്തി കാണിക്കുവാൻ അവൻ ശക്തനായ ദൈവമാകിയ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഓർക്കണമേ, ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ പൊട്ടക്കിണറിൽ അകപ്പെട്ടു പോയി. ഇന്ന് ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കുന്ന സഹോദര, നിന്റെ ശൂന്യതയുടെ അനുഭവമാണോ, നിനക്ക് മുന്നേറാൻ കഴിയാത്ത അവസ്ഥയാണോ, നീ ദർശനം പ്രാപിക്കാൻ കഴിയാത്ത അനുഭവമാണോ, നിന്റെ ഒരു ശൂന്യതയുടെ അനുഭവത്തിലേക്ക് ആരെങ്കിലും കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം വിളിച്ചവൻ വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവം നിന്നെ മാനിക്കാൻ ശക്തനായ ദൈവമാകിയ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആ ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ.